ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വരാൻ പോണ ഒറിജിനൽ ഭാഗമാണ് പറയാൻ വേണ്ടി പോണത്. അങ്ങനെ അലീനിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ സ്റ്റാൻലിയും അവധക്കുട്ടച്ചാനും കൂടിയിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അവിടുത്തെ റബ്ബർ തോട്ടം ഒക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അലീന അതിന് തിരിച്ചു മറുപടി ചോദിക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലിക്ക് ശരിക്കും ദേഷ്യം വരുവാണ് ചെയ്യുന്നത് കേട്ടോ. ഇവളെന്താ ഇങ്ങനെ എന്ന രീതിയിൽ. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻലിക്ക് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. അത് മനസ്സിലായ അലീന വണ്ടിയിൽ കയറി കഴിയുമ്പോഴേക്കും സ്റ്റാൻലിയുടെ കൈ ഗിയറിൽ വെച്ച സ്റ്റാൻലിയുടെ കൈ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് ഒരു സമാധാനവും ഒന്ന് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അലീനയും അതുപോലെ തന്നെ നമ്മുടെ അവധക്കുട്ടച്ചാനും പാർക്കിലൊക്കെ കയറി കളിക്കുന്നുണ്ട്. സ്റ്റാൻലിനെ വിളിക്കുന്നുണ്ട്, പപ്പയും കയറ്. നോ ഞാനൊന്നുമില്ല. എന്താ ഇത്, കുട്ടിക്കളിയാണെന്നാണ് വിചാരം? ഞാനൊന്നുമില്ല. നിങ്ങള് അതാണ് വല്യപ്പച്ചനും അതുപോലെ തന്നെ കൊച്ചുമോളും കൂടി എന്താ വെച്ചാൽ ആയിക്കോട്ടെ, എന്നെ ഇതിനൊന്നും വിളിക്കണ്ട. ശരി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അവധക്കുട്ടാച്ചാനും കൂട്ടിക്കൊണ്ട് പാർക്കിലൊക്കെ കയറി അലീനെ നല്ല അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവർ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലിയുടെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമില്ല, പോണ വഴിക്ക് അലീനെ അടുത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അലീനെ തിരിച്ചു മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വല്യപ്പച്ചന് ഭയങ്കര സന്തോഷമാവാണ്. ഇവള് നമ്മുടെ സ്വന്തം, അതായത് തൻ്റെ സ്വന്തം ഭാര്യ മുമ്പ് എങ്ങനെയായിരുന്നോ തന്നെ വരച്ച വരയെ നിർത്തിയത്, അതുപോലെ തന്നെയാണ് ഇവള് എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ചിന്നമ്മയുടെ അതേ തനി സ്വരൂപം മാത്രമല്ല, അതേ സംസാരവും ആ വാക്കുകൾ പോലും അങ്ങനെ ഇത് ഇങ്ങനെ ഒപ്പിച്ചെടുത്തു എന്ന രീതിയിൽ വല്യപ്പച്ചൻ ആകാംക്ഷയോട് കൂടി വാ പൊളിച്ചിട്ടാണ് അലിയുടെ ഓരോരോ പ്രവൃത്തികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈശ്വര, ഇതെന്റെ ചിന്നമ്മ മരിച്ചു പോയിട്ടില്ല, എൻ്റെ ചിന്നമ്മ ദേ മുമ്പിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വല്യപ്പച്ചൻ ആ ഒരു അന്താളിപ്പിൽ അലീനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവർ വൈകിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അലീന നേരെ റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ സ്റ്റാൻലിക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം തന്നെ കഴിച്ചെഴുന്നിട്ട് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. റൂമിലെത്തിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 1, 2, 3 ഗ്ലാസ്സുകൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ അവധക്കുട്ടാച്ചാലും വരുന്നുണ്ട്. എടാ, നീ ഇത് എന്താണ് കാണിക്കണത്? ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? അപ്പച്ച, എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല അപ്പച്ച, എനിക്ക് മടുത്തു, എനിക്ക് മതിയായി. എൻ്റെ മോളെ 10-23 വർഷത്തിന് ശേഷം തിരിച്ചു കിട്ടിയപ്പോൾ അവളെ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നെന്ന് അറിയാവോ? അവളെന്ത് മിടുക്കിയാണ്, അവളെന്ത് നല്ല കുട്ടിയാണ് എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു. എടാ, അതിനിപ്പോൾ എന്താണ് പറ്റിയത്? നിന്റെ മകൾ മിടുക്കിയല്ലേ, നിന്റെ മകൾ സാമർത്ഥ്യക്കാരിയല്ലേ, സ്മാർട്ടല്ലേ, ബോൾഡല്ലേ? എടാ, നല്ല ബുദ്ധിശക്തിയുള്ള നല്ല പെൺകുട്ടിയല്ലേ? അങ്ങനത്തെ ഒരു മകളെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യേണ്ടടാ. എന്തൊക്കെ പറഞ്ഞാലും ഇതിന് നീ നന്ദി പറയേണ്ടത് ആരോടത്താണെന്ന് അറിയാവോ? അവൾ ഇത്രയും നാൾ നോക്കി വളർത്തിയ അനാഥാലയത്തിലെ എന്താ അവരുടെ പേര്? ബ്രിജിത മമ്മി. അവരോടാണ് നന്ദി നീ പറയേണ്ടത്. കാരണം അവരാണ് അലീനനെ ഇത്രയും നല്ല രീതിയിൽ വളർത്തിയത്, മനസ്സിലായോ? പിന്നീട് നന്ദി പറയേണ്ടത് ഈ കുറച്ച് നാളുകളായിട്ട് അവൾ നിന്നിരുന്നത് ആ വൈജയന്തി എന്ന് പറഞ്ഞവരുടെ വീട്ടിലാണല്ലോ. ആ വൈജയന്തിന്റെ ഇപ്പോഴത്തെ ഭർത്താവ് ബാലചന്ദ്രൻ, അങ്ങനെയല്ലേ ആ സ്വർണ്ണപ്പണിക്കാരന്റെ പേര്? അയാളും നല്ല രീതിയിൽ തന്നെയാണ് അവളെ നോക്കിയത്. അതൊക്കെ കൊണ്ട് അവൾക്ക് നല്ല ഗുണങ്ങളല്ലേടെ കിട്ടിയേക്കണത്. പിന്നെ നീ എന്തിനിങ്ങനെ വെള്ളമൊടിക്കണ അതിന്റെ പേരിൽ? അതിന്റെ പേര് സന്തോഷിക്കല്ലേ വേണ്ടത് അപ്പച്ച. അതല്ല, അവൾ എനിക്ക് വരാത്ത ഇറിറ്റേഷൻ തരുന്ന പോലെ, എനിക്ക് ഈ വീട്ടിലൊരു സമാധാനം ഇല്ലാത്ത പോലെ, ഞാൻ ഭയങ്കര പ്രഷറിലാവുന്ന പോലെ തോന്നുന്നു. എന്തിന്? നീ എന്തൊക്കെയാ പറയണത് മോനെ? ദേ, ഈ പറയണത് കുറച്ച് കൂടി പോകണ്ടിട്ടല്ലോ അലച്ച. നോക്ക്, അത് നിന്റെ മോളാണ്, അത് നീ എനിക്ക് ഓർമ്മ വേണം. അതെ, എനിക്കറിയാം എൻ്റെ മോളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് സഹിക്കാൻ പറ്റാത്തത്. അവൾ വന്ന പോലെയല്ല, ഓരോരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ തലയിൽ പ്രഷർ കയറി വരിക. ഇങ്ങനെ പോവാണെങ്കിൽ പ്രഷർ കയറി പ്രഷർ കുക്കർ പോലെയായിട്ട് എൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകും എന്ന് പറയണം. നീ എന്തൊക്കെയാ മോനെ പറയണത്? നീ പറയണതൊക്കെ ആ കുട്ടി കേട്ടാനുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയണം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്കൊട്ടും പറ്റുന്നില്ല. അവൾ എന്നെ വല്ലാതെ പ്രഷർ ചെലുത്തുവാണ്. അവൾ എനിക്ക് വല്ലാതെ എന്നെ ഒരുമാതിരി മുൾമുനിയും നിർത്തി സംസാരിക്കുന്ന പോലെ. എനിക്കൊട്ടും മര്യാദ അവൾ തരുന്നില്ല. എന്നോട് സംസാരിക്കുമ്പോൾ ഒട്ടും മര്യാദ തരുന്നില്ല അവളെന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ അലീന കേൾക്കുന്നുണ്ട് കേട്ടോ. അലീനക്ക് അത് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. സ്റ്റാൻലി പുറത്തേക്ക് വരുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെ, പപ്പ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു.
പപ്പാക്ക് എൻ്റെ സ്വഭാവം ഒട്ടും പിടിക്കുന്നില്ലല്ലേ, ഞാൻ പറയുന്നതൊക്കെ പപ്പക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ, പപ്പക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ, പപ്പക്ക് ഒട്ടും എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടേക്ക് തന്നെ കൊണ്ടേ ആക്കിക്കോ എന്ന് പറയാണ്. അത് കേൾക്കുന്ന വല്യപ്പച്ചൻ പറയണ്ട്, നീ എവിടെ പോവാനേ മോളെ, ദേ നീ വെറുതെ അവൻ പറഞ്ഞത് കേട്ട്, അവൻ കുടിച്ചതിന്റെ പേരിൽ ഓരോന്നും പറഞ്ഞത് കേട്ട് നീ ഓരോന്നും പറയല്ലേ മോളെ, നോക്ക് ദിവന് നിന്നെ വേണ്ടെങ്കിലും എനിക്കെന്റെ പൊന്നുമോളെ വേണം, അഥവാ ഇവൻ കൈവിട്ടാലും നീ എവിടെയും പോവണ്ട, നിനക്ക് ഇപ്പോ ഞങ്ങളുണ്ട്, ഞാനുണ്ട്, എൻ്റെ തറവാടുണ്ട്, എൻ്റെ തറവാടല്ല ഇനി അത് നിന്റെയും തറവാടാണ്, നിനക്ക് അവിടെ വരാം, ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ മോള് പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് വന്നോ എന്ന് പറയണം, അവിടെ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അലീനക്ക് ചെറിയ വിഷമമൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി പോകുന്നുട്ടോ. എന്നിട്ട് വല്യപ്പച്ചൻ പറയുന്നുണ്ട് നമ്മുടെ ലാലിച്ചനോട്, എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എടാ ആ പെൺകുട്ടി ഇവിടെ വന്ന് കയറിയതല്ലേ ഉള്ളൂ, അവൾക്ക് കുറച്ച് സാവകാശം നീ കൊടുക്കടാ, ഇത് തന്നെയാ നിന്റെ കുഴപ്പം എന്ന് പറയുമ്പോഴേക്കും, അതെ ഇത് തന്നെയാ എൻ്റെ കുഴപ്പം, മുമ്പും എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല, അഥവാ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാത്ത പോലെ നടിച്ചിട്ടേ ഉള്ളൂ എന്ന് നമ്മുടെ ഔതുക്കുട്ടിയച്ഛനൊന്ന് കുത്തി പറയുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലി കേട്ടോ. അത് കേൾക്കുമ്പോൾ ഔതുക്കുട്ടി തല കുമ്പിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പിന്നെയും സ്റ്റാൻലി കുടിച്ചോണ്ടിരിക്കുകയാണ്. അലീന പറഞ്ഞ ഓരോരോ മുള്ളു വെച്ച വാക്കുകളൊക്കെ കാതിൽ വീണ്ടും കേട്ട് അത് ആലോചിച്ച് വീണ്ടും കുടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലിച്ചൻ കേട്ടോ. അതിനുശേഷം കാണിക്കണത് അലീന കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനു വിളിക്കുന്നുണ്ട്. ആ മനുവേട്ടാ, ആ എന്താണ് താൻ തിരക്കിലായിരുന്നോ, ഞാൻ ഉച്ചക്ക് വിളിച്ചിരുന്നു, സോറി മനുവേട്ടാ ഞാൻ മൊബൈൽ എടുത്തില്ല, അപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഞങ്ങൾ പുറത്തു പോയിരിക്കായിരുന്നു. ഞങ്ങളോ? അതെ, ഞാനും പപ്പയും പിന്നെ വല്യപ്പച്ചനും. ആഹാ, വല്യപ്പച്ചൻ എത്തിയോ? ആ രാവിലെ എത്തിയായിരുന്നു, ഞാൻ മനുവേട്ടനത്ത് അത് പറയാൻ വേണ്ടി രാവിലെ വിളിച്ചിരുന്നു. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഒന്ന് കമ്പനി വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് ആള് എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടാ വന്നത് ആണോ? എന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഫ്ലാറ്റ്. അതെ, ഇവിടുത്തെ വല്യപ്പച്ചനുണ്ടല്ലോ, അതായത് വല്യപ്പച്ചൻ്റെ ഭാര്യ, അതായത് എൻ്റെ വല്യമ്മച്ചി മരിച്ചുപോയി 13 വർഷം മുമ്പ്, അതായത് ഞാൻ ജനിക്കുന്ന സമയത്തേക്ക് ഏകദേശമായിരിക്കും മരിച്ചുപോയത്. വല്യമ്മച്ചിനെ എടുത്തു വെച്ചിരിക്കുന്ന പോലെയാ ഞാനെന്നാ പറഞ്ഞത്, എൻ്റെ സംസാരവും എൻ്റെ രൂപവും ഭാവവും എല്ലാം വല്യമ്മച്ചിനെ പോലെ എന്നാ പറയുന്നത്. ഓഹോ, അപ്പം തന്നെ രൂപം കണ്ടിട്ടാണ് വല്യപ്പച്ചൻ വീണേല്ലേ? ഏറെക്കുറെയൊക്കെ എന്ന് പറയണം. അപ്പം കാര്യം പറഞ്ഞാൽ താൻ അവിടെ എല്ലാവരെയും വളച്ചു വെച്ചിരിക്കുകയാണല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ പപ്പ എന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് വളയുന്നൊരു ടൈപ്പല്ല. അതെന്താ? റിട്ടയേർഡ് ആയെങ്കിലും ഉണ്ടല്ലോ, പട്ടാളച്ചിട്ടയാ ഇവിടെ. എടോ, അത് പട്ടാളത്തിൽ ഉള്ള ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയല്ലേ? അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണം. താനവിടെ ഓക്കെ ആണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ അവിടെ നിന്ന് പോയപ്പോഴെങ്കിലും അവിടെ വഴക്കൊക്കെ എങ്ങനെയാണ് മനുവേട്ട, അവിടെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് കുറവ്? അവിടെ ഒരു കുറവില്ല, താൻ ഉള്ളപ്പോഴെങ്ങനെയാണോ ഇല്ലാത്തപ്പോഴും അതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. വൈജയന്തി ആൻറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ആൻറ്റി അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരവിടെ സന്തോഷത്തോടെ ഇരുന്നാനെ. ആൻറ്റി വന്നപ്പോൾ തുടങ്ങി ബഹളം. ഇപ്പൊ പുതിയ വേലക്കാരത്തിന് അന്വേഷിക്കുന്നെന്നാ കേട്ടത്. എന്നെ കൃഷ്ണമോള് വിളിച്ചപ്പോരുന്നു, പിന്നെ ബബിതയും പറഞ്ഞിരുന്നു. എന്ത് പറയാനാ, അത് അങ്ങനത്തെ ഒരു ജന്മ. അങ്കിളിനെ മനസ്സിലാക്കാൻ വേണ്ടി ആൻറ്റിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അത് കേൾക്കുമ്പോൾ അലീനക്കും വിഷമമൊന്നുണ്ട്. കാരണം ബാലചന്ദ്രൻ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടിയിട്ടില്ലല്ലോ എന്നാലോചിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമ്മൾ മറ്റന്നാളത്തെയും എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.